എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ST കിച്ചൺ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് അരിപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നെയ്യപ്പം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരും തന്നെ കാണില്ല. അപ്പോൾ നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി നെയ്യപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ നെയ്യപ്പം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1.5 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിനെ ഒന്ന് പാനിയാക്കി എടുക്കുക. ഈ ഒരു ശർക്കര ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അധികം നമ്മൾ അതിനെ കുറുക്കി കട്ടിയൊന്നും ആക്കി എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് അലിഞ്ഞ് നല്ലതുപോലെ കിട്ടട്ടെ. ഇനി നമുക്ക് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ചേർക്കുന്ന അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചൂടോടെ തന്നെ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒട്ടും കട്ടകളില്ലാതെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് വിധം വേണം നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ ശർക്കര എടുക്കുമ്പോൾ ഇത്തിരി കറുത്ത ശർക്കര എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇത് വെള്ള ശർക്കരയാണ് കിട്ടിയത്, അപ്പോൾ കളർ അധികം കിട്ടുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് വിധം ശർക്കര പാനി ചേർത്ത് ഒന്ന് കലക്കിയെടുക്കുകയാണ്. ഒട്ടും തന്നെ കട്ടകളില്ലാതെ കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ ഇത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ കലക്കിയെടുക്കുക. ആദ്യം സ്പൂൺ കൊണ്ട് നല്ലതുപോലെ കലക്കിയ ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് അതിനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, അത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കലക്കി കൊടുത്താൽ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണേക്കാളും നല്ലതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ റവ മാവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യിൽ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങയാണ്. അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങയും അതുപോലെ തന്നെ എള്ളും കൂടി വറുത്ത് വച്ചിരിക്കുന്നതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏലക്കപ്പൊടി ചേർക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്താണ് ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു തവിയുടെ അളവിനാണ് ഞാൻ ഇവിടെ മാവ് കോരി ഒഴിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കലക്കിയപ്പോൾ കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മാവ് ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഓരോ തവി മാവ് വീതം കോരി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അധികം ചൂടോടെ തീ കൂട്ടി വെക്കാൻ പാടില്ല. ഒരു മീഡിയം തീയിൽ വെച്ച് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് നല്ലതുപോലെ പൊങ്ങി വരും. ആ സമയം വരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട് കണ്ടോ. ഇത് നല്ലതുപോലെ ഒരു സൈഡൊന്ന് നല്ലതുപോലെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിനെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇത് ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ തിരിച്ചും അതുപോലെ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് 2 സൈഡ് നല്ലതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ തീ കൂട്ടി വെക്കാൻ പാടില്ല. തീ കണക്കിന് വെച്ച് വേണം നമ്മൾ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നെയ്യപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മളിത് അരിപ്പൊടി നമ്മൾ കലക്കി ഒന്നും വച്ചിട്ടില്ല, ഉടൻ തന്നെ ഉണ്ടാക്കിയെടുത്ത നെയ്യപ്പമാണ്. നല്ല പഞ്ഞി പോലത്തെ നെയ്യപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ നെയ്യപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.